അവന്റെ സ്നേഹത്തിനും അവൻ നൽകിയ സംഗീതത്തിനും എന്തോ ഒരു വശ്യശക്തിയുണ്ട്. എന്തു നേടുമ്പോഴും അതിന് വഴി കാണിച്ചു തരുന്ന ആരോ ഒരാൾ എൻ്റെ മുന്നിലുണ്ട് എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. അയാൾ സംഗീതത്തിന്റെ രാജാവാണ്. അതൊരു ദൈവ സാന്നിധ്യമാണ്. ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടി ബ്ലോഗ്സ്. ദിസ് മീ ടിനു വർഗീസ്. ഒരുപാട് നാളായിട്ട് ഞാൻ കാത്തിരുന്ന ഒരു ഫിലിമാണ് ദേവദൂതൻ. അതിൻ്റെ റിലീസ് അതിപ്പോൾ കാണാൻ പോവുകയാണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫിലിമുകളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം തന്നെയാണ് ദേവദൂതൻ. ആദ്യം ഇത് കാസറ്റ് ഇട്ടാണ് ഞാൻ കണ്ടത്. പിന്നീട് അതിന് ശേഷം ടി വിയിലൊക്കെ വരുമ്പം ഈ സിനിമ കാണാൻ വേണ്ടി ഞാൻ ട്യൂഷനൊക്കെ കട്ട് ചെയ്ത് സ്കൂളൊക്കെ കട്ട് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കുമായിരുന്നു. പിന്നീട് DVD ഇറങ്ങിയപ്പോൾ അതിൻ്റെ DVD വാങ്ങിച്ചു. പിന്നീട് യൂട്യൂബിൽ മാറ്റിനീനാവിൽ അത് ഫുള്ള് അവൈലബിളാണ്. പിന്നെ അങ്ങനെ കുറേ കണ്ടു. എത്ര തവണ കണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇപ്പോൾ ഇത് റിലീസ് ആയേക്കുന്നു. അപ്പം അത് കണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഒന്ന് ചെയ്യണമെന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന നൂറിനാട് സാരി. അപ്പോൾ ഓക്കെ, കണ്ടിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഓക്കെ, സ്മീറ്റ് ഇൻ വർഗീസ്. അപ്പോൾ ഒരുപാട് നാളിന് ശേഷം ഞാൻ കാണാൻ ആഗ്രഹിച്ച ചലച്ചിത്രം ദേവദൂതൻ റീമാസ്റ്റർ ചെയ്തേക്കെന്ന് വന്നിരിക്കുന്ന ചലച്ചിത്രം ഞാനിപ്പം കണ്ടു. എൻ്റെ ദൈവമേ, എന്നാ സൗണ്ട് ക്വാളിറ്റി, എന്നാ വിഷ്വൽ, എൻ്റെ പൊന്നു, ഇത്രയ്ക്ക് നല്ല തിയേറ്ററാണോ എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ പോയത്. എൻ്റെ പൊന്നു, റിലീസ് ചെയ്തപ്പോഴെങ്കിലും ഇന്ന് അണിയറെ പ്രവർത്തിച്ച എല്ലാവർക്കും, റിലീസിന് വേണ്ടി അണിയറെ പ്രവർത്തിച്ച എല്ലാവർക്കും എനിക്കെന്ത് പറയണമെന്ന് അറിയത്തില്ല. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം ഇത്രയ്ക്ക് നല്ലൊരു സിനിമ, ഒഴിവാക്കേണ്ട പല ഭാഗങ്ങളും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അനാവശ്യമായിട്ട് ഈ ഒരു സിനിമയെ കുത്തിക്കയറ്റിയ പല ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അഡീഷണലായിട്ട് കുറച്ച് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് BGM ഒക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, വേറൊരു ലെവല്. പിന്നെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഉള്ള ഒരു ഹൊറർ പ്ലസ് ചെയ്തിട്ടുള്ള ഒരു ലെവലുണ്ടല്ലോ, അതൊരു എന്താ പറയുക, വേറൊരു എക്സ്ട്രീം ലെവലിൽ നമ്മൾ കൊണ്ടുപോകും. എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും പോയി നല്ലൊരു തിയേറ്ററിൽ തന്നെ, അത് 4K തന്നെ പോയി കാണണം. അതോടൊപ്പം തന്നെ 7.1 അതുപോലുള്ള സൗണ്ടും സിസ്റ്റവും ഒക്കെ ഉള്ള നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണണം. എങ്കിലേ മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട് പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. എനിവേ, താങ്ക്സ്. ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട്, ഒരുപാട് നന്ദിയുണ്ട് ഈ സിനിമ റിലീസ് ചെയ്യാൻ മുതിർന്ന എല്ലാവരോടും. ഇത് ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിവേ, താങ്ക്സ്. ഇറ്റ്സ് മീ ടിനു വർഗീസ്, ടി ബ്ലോഗ്സ്.